അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഉപ്പിൻ്റെ പാത്രം, ഉപ്പ് സൂക്ഷിക്കുന്ന പാത്രം, അതിന്നിപ്പോൾ ഡോക്ടർമാർ പറയുന്നു ഒരിക്കലും പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഉപ്പ് സൂക്ഷിക്കാൻ പാടില്ല. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ അടുക്കളയിലൊക്കെ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന പല വസ്തുക്കളുണ്ടല്ലോ അല്ലേ, അതിൽ ഉപ്പ്, ഇഞ്ചി, സവോള, അതുപോലെ തന്നെ ഉലുവ അല്ലെ, ഒരുപാട് വസ്തുക്കളെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മുട്ട ഉൾപ്പെടെ. ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം കുരുമുളകുമായി ബന്ധപ്പെട്ടാണ് അല്ലെ. ഫുൽ പെപ്പർ എന്ന് പറയുന്ന കുരുമുളക്, ആ കുരുമുളകുമായി ബന്ധപ്പെട്ട് നമുക്കൊക്കെ അറിയാം ഇതിൻ്റെ ഗുണങ്ങൾ. എന്നാൽ നമ്മൾ അറിയാത്ത കുരുമുളകുമായി ബന്ധപ്പെട്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നു. കുരുമുളക് ഉപയോഗിച്ചാൽ കിട്ടുന്ന 16 ഗുണങ്ങൾ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. കുരുമുളക് അമിതമായാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ 5 എണ്ണമുണ്ട്, അതും വിശദീകരിക്കുകയാണ്. അപ്പോൾ കുരുമുളകുമായി ബന്ധപ്പെട്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ വിശദീകരിക്കുന്നു. അവസാനം വരെ കാണാൻ മറക്കണ്ട. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും എല്ലാ രോഗങ്ങളെ തൊട്ടും കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. നമ്മൾ ഉപ്പിൻ്റെ പാത്രം, ഉപ്പ് സൂക്ഷിക്കുന്ന പാത്രം, അതിന്നിപ്പോൾ ഡോക്ടർമാർ പറയുന്നു ഒരിക്കലും പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഉപ്പ് സൂക്ഷിക്കാൻ പാടില്ല. ഇത് പറയുമ്പോൾ ഈ പറയുന്ന എൻ്റെ ഉൾപ്പെടെ നമ്മുടെയൊക്കെ വീടുകളിൽ ഏത് പാത്രത്തിലാണ് ഉപ്പ് സൂക്ഷിച്ചിട്ടുള്ളത് എന്നൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഉപ്പിൻ്റെ പാത്രം പ്ലാസ്റ്റിക് പാത്രം ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഉപ്പെന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ നമ്മുടെ പ്ലാസ്റ്റിക്കുമായിട്ട് ചേർന്ന് ഒരുപാട് പ്ലാസ്റ്റിക്കുകൾ ആ ഉപ്പിൽ പറ്റിപ്പിടിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് ചെന്ന് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവാൻ കാരണമാണ്. അതുകൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ, ഡപ്പികളിൽ ഉപ്പ് സൂക്ഷിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം നമുക്ക് ഈ ഭരണികളുണ്ടല്ലോ, ചെറിയ ചെറിയ കുഞ്ഞു ഭരണികൾ, നല്ല രസമുണ്ട് കാണാൻ. അതുപോലെ ചില്ലിൻ്റെ പാത്രങ്ങൾ, അതുപോലുള്ള വസ്തുവിലായിരിക്കും, അതുപോലുള്ള പാത്രങ്ങളിൽ ഉപ്പ് സൂക്ഷിക്കലാണ് നല്ലത്. മാത്രമല്ല ഉപ്പിൻ്റെ പാത്രം എപ്പോഴും അടച്ചു വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പല്ലി അതിൻ്റെ പരിസരത്തുണ്ടാകും. ഉപ്പ് പാത്രം എവിടെയുണ്ടോ അവിടെ പല്ലി വരും. ഉപ്പ് പാത്രം തുറന്നിരിക്കുകയാണെങ്കിൽ ഈ പല്ലി എന്ത് ചെയ്യും, ആ ഉപ്പ് പാത്രത്തിൽ മൂത്രമൊഴിക്കാൻ സാധ്യതയുണ്ട് എന്നും ഡോക്ടർമാരൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. കാരണം നമ്മൾ എന്താണ്, നിസ്സാരമായി കാണുന്ന വസ്തുവല്ല ഉപ്പ്, പക്ഷെ നിസ്സാരമല്ല, അത് വളരെ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വലിയൊരു പോയിസണായി, വലിയൊരു വിഷമായി മാറും. ആ കാര്യം കഴിഞ്ഞ വീഡിയോയിൽ പറയേണ്ടതായിരുന്നു, പറയാൻ പറ്റിയില്ല, അതുകൊണ്ട് സാന്ദർഭികമായി ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഇന്ന് നമ്മൾ പറയുന്നത് കുരുമുളകുമായി ബന്ധപ്പെട്ട് അല്ലെ, നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ അല്ലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നാണ് കുരുമുളകിനെ അറിയപ്പെടുന്നത് അല്ലെ. പെപ്പർ അല്ലെങ്കിൽ അറബിയിൽ ഫുൽ എന്നൊക്കെ പറയും. കുരുമുളക്, ഈ കുരുമുളക് ഇപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 14 ജില്ലകൾ, ഈ 14 ജില്ലകളിലും കുരുമുളകുണ്ട് അല്ലെ. കേരളത്തിലാണ് സുലഭമായി ഈ കുരുമുളക് കിട്ടുന്നത്. 14 ജില്ലകളിലെയും കുരുമുളക് എടുത്താൽ വ്യത്യസ്തമായിരിക്കും അല്ലെ. വയനാട് ഭാഗത്ത് കുരുമുളക് അല്പം വണ്ണമുള്ളതാണ്, അല്പം വലിപ്പമുള്ളതാണെന്ന് കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, അങ്ങനെ പറയുന്നത് കേട്ടതാണ്. അപ്പോൾ സുഗന്ധവ്യഞ്ജനങ്ങൾ, ഈ സുഗന്ധവ്യഞ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? ഏലം, കുരുമുളക്, തിപ്പല്ലി, ഗ്രാമ്പു, ജാതി, ഇഞ്ചി, അതുപോലെ കറുവാപ്പട്ട, അതുപോലെ സ്റ്റാർ, അതുപോലെ ബേലീഫ്, അതുപോലെ കുങ്കുമം, ജീരകം, എള്ള്, വെളുത്തുള്ളി, മഞ്ഞൾ, ഉലുവ, ഇരട്ടിമധുരം, കാപ്പി, ചുക്ക്. ഇതാണ് എന്ത്? സുഗന്ധവ്യഞ്ജനങ്ങൾ. ഇത്രയും സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഏറ്റവും തലതൊട്ടപ്പൻ അല്ലെങ്കിൽ നേതാവ്, രാജാവ് എന്നറിയപ്പെടുന്നത് അത് മറ്റൊന്നുമല്ല, കുരുമുളകാണ്. ഈ കുരുമുളക് പ്രാചീന കാലം മുതലേ മനുഷ്യൻ ഉപയോഗിച്ചു വരുന്നു. മനുഷ്യനെന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യനിൽ എല്ലാ മനുഷ്യരും ഉപയോഗിക്കുന്നില്ല, പ്രധാനപ്പെട്ട ഇന്ത്യയിലുള്ള ആളുകളാണ് ഇത് ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നതെന്നാണ്. കുരുമുളക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇന്ത്യയിലുള്ള ആളുകളാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ചരിത്രത്തിലേക്ക് നമുക്ക് വരാം. കറുത്ത പൊന്ന് എന്നൊക്കെ ഈ കുരുമുളകിനെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. കാരണം കറുത്ത പൊന്ന് എന്ന് പറഞ്ഞാൽ സ്വർണം, ഒരുപാട് സ്വർണ്ണ വിലയാണ് കുരുമുളകിന്. ചില സമയത്ത് ഭയങ്കര വിലയായിരിക്കും. പ്രാചീന കാലം മുതലേ കുരുമുളക് മനുഷ്യന് ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല ഈ കുരുമുളക് അന്വേഷിച്ചാണ് വിദേശികളായ ആളുകൾ നമ്മുടെ ഈ കേരളത്തിലും ഇന്ത്യയിലേക്ക് അവർ വരാനുള്ള കാരണം തന്നെ കുരുമുളക് ഉൾപ്പെടെയുള്ള പല വസ്തുക്കളും അന്വേഷിച്ചാണ് വരാൻ തുടങ്ങിയത്. യൂറോപ്യന്മാരുണ്ടല്ലോ, യൂറോപ്പിലുള്ള ആളുകൾ, അവരുടെയൊക്കെ ഭക്ഷണ രീതി ഒന്ന് നോക്കിയാൽ ഇറച്ചി അതുപോലെ മീനൊക്കെ മൊത്തം വേവിച്ചല്ല അവർ കഴിക്കുന്നത്. പകുതി വേവിലാണ് അവരിൽ ഭൂരിഭാഗം ആളുകളും ഇറച്ചിയും അതുപോലെ തന്നെ മീനൊക്കെ കഴിക്കുന്നത്. അത് കഴിക്കുന്നതോടൊപ്പം തന്നെ അത് വേഗത്തിൽ ദഹിക്കാൻ വേണ്ടി അവരെന്തുപയോഗിക്കും? കുരുമുളക് അതിൽ അരച്ച് ചേർത്ത് അവർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ
ഈ ഭക്ഷണം വേഗത്തിൽ ദഹിക്കാൻ കുരുമുളക് ആവശ്യമായതുകൊണ്ട് അവർ കുരുമുളക് അന്വേഷിച്ച് എങ്ങോട്ട് വന്നു? ഇന്ത്യയിലേക്ക് വന്നു. മാത്രമല്ല ഇത് വലിയൊരു ബിസിനസ് മൈൻഡുള്ള ഒരു വസ്തുവാണ് കുരുമുളക്. ഭക്ഷണത്തിനായും മരുന്നിനായും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് കുരുമുളക്. ഗ്രീക്കുകാർ, അതുപോലെ ഇംഗ്ലീഷുകാർ, അറബികൾ, ചൈനക്കാർ എല്ലാവരും കേരളത്തിൽ വന്നവരാണ്. ഇവരൊക്കെ എന്തിനു വേണ്ടി വന്നവരാ? ഇതുപോലുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ അന്വേഷിച്ച് വന്നവരാണ്. കുരുമുളകും ഏലവും ഗ്രാമ്പൂ ഇതൊക്കെ കൂടുതലായി കാണപ്പെടുന്നത്, കൂടുതലായി കയറ്റുമതി ചെയ്യപ്പെടുന്നതും കേരളത്തിലാണ്. ഇന്ത്യ, അതുപോലെ ഇന്തോനേഷ്യ, മലേഷ്യ, വിയറ്റ്നാം, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിലാണ്, പ്രത്യേകിച്ച് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഈ സുഗന്ധവ്യഞ്ജനങ്ങൾ കൃഷി ചെയ്യപ്പെടുന്നത് എന്ന് നമുക്ക് പഠനങ്ങളിൽ കാണാൻ പറ്റും. ഒരുപാട് ഗുണങ്ങൾ കുരുമുളകിൽ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഒരു പ്രത്യേകതയാണ് എത്ര കാലം വരെയും നമുക്ക് ഈ കുരുമുളക് കേടുകൂടാതെ സൂക്ഷിക്കാമെന്നാണ്. 1000 വർഷമായിട്ട് കുരുമുളക് സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ ലോകത്തുണ്ടെന്നാണ്. 1000 വർഷം കേടുകൂടാതെ കുരുമുളക് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള സ്ഥലങ്ങൾ ലോകത്തിൻ്റെ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ യൂറോപ്യന്മാരൊക്കെ, വിദേശികളായ ആളുകൾ ഇതുപോലുള്ള വസ്തുക്കളൊക്കെ തേടിയിട്ട് ഈ കേരളത്തിലേക്ക് വരാനുള്ള കാരണം തന്നെ എന്താണെന്നറിയോ? കേരളത്തിലെ കുരുമുളകാണ് കുരുമുളകുകളിൽ വെച്ച് ഏറ്റവും ക്വാളിറ്റിയുള്ള, ഏറ്റവും ഗുണമേന്മയുള്ളത് കേരളത്തിലെ കുരുമുളകിനാണ്. മാത്രമല്ല കേരളത്തിൽ നിന്നും കുറഞ്ഞ വിലക്ക് കുരുമുളക് ലഭ്യമാകും. മാത്രമല്ല നിരവധി ആരോഗ്യ ഗുണമുള്ള വസ്തുവാണ് കുരുമുളക്. അപ്പോൾ ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ വിദേശികളായ ആളുകൾ കേരളത്തിലേക്ക് ഈ കുരുമുളകും മറ്റും ഒക്കെ അന്വേഷിച്ച് വരാനുള്ള കാരണം. അപ്പോൾ കുരുമുളകുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു ധാരണ കിട്ടിയില്ലേ? ഇനി നമുക്കതിൻ്റെ ഗുണങ്ങളിലേക്ക് കടക്കാം. കുരുമുളക് ഒരേ സമയം ഭക്ഷണമായും മരുന്നായും നാം ഉപയോഗിക്കാറുണ്ട്. കുരുമുളകിൻ്റെ ഏകദേശം ഒരു 16ഓളം ഫലങ്ങൾ, 16ഓളം ഗുണങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തേത്, ദഹനം വേഗത്തിലാകും. ദഹനം, ഈ കുരുമുളക് അരച്ച് ചേർക്കുന്ന ഭക്ഷണത്തിൽ കഴിച്ചാൽ ദഹനം വേഗത്തിലാകും. മാത്രമല്ല നമ്മൾ ഭക്ഷണത്തിലൂടെ പല വിഷാംശങ്ങളും നമ്മുടെ ശരീരത്തിൽ ചെല്ലും. ആ വിഷാംശങ്ങളൊക്കെ ഇല്ലാതാക്കാൻ ഈ കുരുമുളകിന് സാധിക്കുമെന്നാണ്. മാത്രമല്ല നമ്മുടെ ആമാശയം വൃത്തിയാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കഫക്കെട്ടിനുള്ള നല്ല ഒരു മരുന്നാണ് ഈ കുരുമുളക്. കുരുമുളക്, തിപ്പല്ലി, ചുക്ക് ഇതൊക്കെ സമാസമം എടുത്ത് കഷായമാക്കി 4ൽ 1 വറ്റിച്ച് അല്പം വെള്ളം ചേർത്ത് കഴിച്ചാൽ കഫക്കെട്ടിന് അത് ശമനമാണ്. മാത്രമല്ല കുരുമുളകും തേനും ചേർത്ത് കഴിക്കൽ കഫക്കെട്ട് കുറയാനും തൊണ്ടയിലെ കരകരപ്പ് മാറാനും ഒക്കെ നല്ലതാണ്. തൊണ്ട സംബന്ധമായ ഏത് അസുഖത്തിനും കുരുമുളക് നല്ല ഒരു ഔഷധമാണ്. തൊണ്ടവേദന, ശബ്ദമടപ്പ്, തൊണ്ടയിൽ നീര് കെട്ടിക്കിടക്കുക ഇതൊക്കെ മാറാൻ 2 കുരുമുളക്, അത് പച്ച കുരുമുളകാണ് ഏറ്റവും നല്ലത്. നമ്മുടെ സാധാരണ കുരുമുളക് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് കറുത്തിട്ട് അല്ലെ, ഉണങ്ങിയ സാധനമല്ലേ? എന്നാൽ അതിനേക്കാൾ 10 മടങ്ങ് ഗുണമേന്മയുള്ളത് ആ പച്ച കുരുമുളക് ഉണ്ടല്ലോ, പറിക്കുമ്പോൾ കിട്ടുന്ന പച്ച കുരുമുളക്, അതിനാണ് ഏറ്റവും കൂടുതൽ ഗുണങ്ങളുള്ളത്. ഉണങ്ങിക്കഴിയുമ്പോൾ അതിലുള്ള പല ഗുണങ്ങളും നഷ്ടപ്പെടുന്നുണ്ട് എന്ന് അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ പറയുകയാണ്. കുരുമുളകും കൽക്കണ്ടവും ചെറിയ ഉള്ളിയും ചേർത്ത് മിക്സാക്കി അതിൽ നിന്നും ഊറി വരുന്ന നീര് കുടിച്ചാൽ ഏത് ചുമയും മാറുമെന്ന് നമുക്ക് വൈദ്യന്മാർ പറഞ്ഞു തരുകയാണ്. പിന്നെയോ മാത്രമല്ല ഈ കുരുമുളക് ഇട്ട് തിളപ്പിച്ച വെള്ളം, ആ വെള്ളം അത് ചെറു ചൂടോടുകൂടി നമ്മൾ ശരീരം കഴുകിയാൽ, ശരീരത്ത് ഒഴിച്ചാൽ നമ്മുടെ പനി, ശരീരവേദന അതൊക്കെ മാറിക്കിട്ടുമെന്ന് പഴയ കാർന്നോന്മാർ പറയാറുണ്ട്. പിന്നെയോ മാത്രമല്ല നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചൊറിയുണ്ടാകും, ചിരങ്ങുണ്ടാകും, നീരുണ്ടാകും, അല്ലെ, തടിപ്പുണ്ടാകും. ഇതൊക്കെ മാറാൻ ഈ കുരുമുളക് അരച്ച് തേക്കൽ നല്ലതാണ്. നല്ല എരിവായിരിക്കും. അതുമായി ബന്ധപ്പെട്ട ആളുകളോട് എങ്ങനെയാണെന്ന് കൃത്യമായി ചോദിച്ചിട്ട് ചെയ്താൽ മതി. പിന്നെ കുരുമുളകിൻ്റെ 10ാമത്തെ ഒരു ഗുണം നമുക്ക് കാണാൻ പറ്റുന്നത്, കുരുമുളക് ഈ വെളിച്ചെണ്ണ ചൂടാക്കുക, അതിലേക്ക് കുരുമുളക് പൊടിച്ചിടുക, എന്നിട്ട് അത് നല്ലപോലെ ചൂടാക്കി മിക്സ് ചെയ്ത് അത് ചൂട് ആറിക്കഴിയുമ്പോൾ അതെടുത്ത് നമ്മുടെ തലയിൽ തേച്ചു പിടിപ്പിച്ചാൽ നീരിറക്കം മാറുന്നതാണ്. പിന്നെയോ ഈ കുരുമുളകിൽ ധാരാളം എന്തുണ്ട്? വൈറ്റമിൻ ഉണ്ട്, സിങ്ക് ഉണ്ട്, സെലീനിയം ഉണ്ട്, വൈറ്റമിൻ കെ ഉണ്ട്, ഫൈബർ ഉണ്ട്, അയൺ ഉണ്ട്. എല്ലാ കണ്ടന്റും അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ കുഞ്ഞനാണ് ഈ കുരുമുളക്. അതാണ്
എന്താണ് കറുത്ത പൊന്നെന്ന് പറയാനുള്ള കാരണം ഒരുപാട് മൂല്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ക്യാൻസർ കോശങ്ങളെപ്പോലും നശിപ്പിക്കാൻ ഈ കുരുമുളകിന് പറ്റും. അതായത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയിൽ 3-4 കുരുമുളക് പൊടിച്ച് ചേർത്തിട്ട് അത് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ അതിന് കഴിയുമെന്ന് ഇന്ന് പഠനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പിന്നെയോ കുരുമുളകിൻ്റെ എല്ലാ ഗുണങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുരുമുളകിൻ്റെ എല്ലാ ഗുണങ്ങളും ഉള്ളത് കറിയിലൊക്കെ ചേർക്കാൻ നമുക്ക് നല്ലത് പച്ച കുരുമുളകാണ്. അത് നല്ലൊരു സ്വാദും ഉണ്ടാകും. പിന്നെയോ തണുത്ത കാലാവസ്ഥയിൽ തണുപ്പ് പ്രദേശങ്ങളിലൊക്കെ ആരോഗ്യം നിലനിർത്താൻ അവരെന്ത് ചെയ്യും? ഈ കുരുമുളക് ചവച്ച് കഴിക്കാറുണ്ട്. അത് നല്ലതാണ്. തണുത്ത കാലാവസ്ഥ തണുത്തിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം ചൂടാക്കാൻ കുരുമുളക് 1-2 കഴിച്ചാൽ മതി. അതുപോലെ തന്നെ വെള്ളപ്പാണ്ട് രോഗം മാറാൻ ഈ കുരുമുളക് അരച്ച് തേച്ചാൽ മതി എന്ന് ചില പഠനങ്ങൾ കാണാം. അതുപോലെ തന്നെ ഈ പുകവലി ഉണ്ടല്ലോ, പുകവലി, മദ്യപാനം, അതൊക്കെ നിർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വസ്തുവാണ് കുരുമുളക്. ഒരാൾ പുകവലിക്കുന്ന ആളാണ് അല്ലെങ്കിൽ മദ്യപിക്കുന്ന ആളാണ്, അയാൾക്കത് നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അയാൾ ഓരോ സമയം ഉണ്ടാകുമല്ലോ, ഭക്ഷണത്തിന് ശേഷം അല്ലെങ്കിൽ 10 മണി 11 മണിക്കൊക്കെയാണ് അയാൾക്ക് ഈ വീട് വലിക്കാൻ, സിഗരറ്റ് വലിക്കാൻ തോന്നുന്നത്. അങ്ങനെ അയാൾക്ക് അത് ഉപയോഗിക്കാൻ തോന്നുന്ന സമയത്ത് എന്ത് ചെയ്യുക? 2 കുരുമുളക് എടുത്ത് വായിലേക്ക് ഇടുക, അതെടുത്ത് ചവക്കുക. എങ്കിൽ അയാൾക്ക് പതിയെ ആ സിഗരറ്റിനോടുള്ള അല്ലെങ്കിൽ മദ്യത്തോടുള്ള ആ ഒരു ആസക്തി കുറഞ്ഞു വരുമെന്നും ഇന്ന് പഠനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. ഇനി കുരുമുളകിന്റെ ഗുണങ്ങളാണ് ഇത്രയും സമയം നമ്മൾ പറഞ്ഞത്. ഇനി കുരുമുളക് ഉപയോഗിക്കുന്നത് അമിതമായാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. നെഞ്ചിരിച്ചിൽ, അസിഡിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട് കുരുമുളക് അമിതമായി ഉപയോഗിച്ചാൽ. അതുപോലെ തന്നെ വയറ് സംബന്ധമായ പ്രയാസമുള്ള ആളുകൾ ഒരിക്കലും ഈ കുരുമുളക് ഉപയോഗിക്കാൻ പാടില്ല. ചൂടുകാലത്ത് കുരുമുളകിന്റെ ഉപയോഗം വളരെ കുറയ്ക്കണം. അതുപോലെ ഗർഭിണികളായ, പാല് കൊടുക്കുന്ന സഹോദരിമാര്, അമ്മമാര്, ഉമ്മമാര് ഈ ഒരു നമ്മുടെ കുരുമുളകിന്റെ ഉപയോഗം വളരെയധികം കുറയ്ക്കലാണ് അവർക്ക് നല്ലത്. പ്രഷർ കൂടിയ ആളുകൾ, ഷുഗർ കൂടുതലുള്ള ആളുകൾ, ഹൃദയരോഗമുള്ള ആളുകൾ, അവർക്കൊക്കെ ഈ കുരുമുളകിന്റെ ഉപയോഗം കുറയ്ക്കലാണ് നല്ലത്, വേണ്ടത്. പിന്നെ എപ്പോഴും കുരുമുളകിന്റെ കൂടെ മഞ്ഞളും ചേർത്ത് ഒന്നിച്ച് ഉപയോഗിക്കലാണ് നമുക്ക് നല്ലത്. അപ്പോൾ കുരുമുളകുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരൊക്കെ അവരുടെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തരുന്ന ഇൻഫർമേഷൻ അതൊക്കെ എല്ലാം കൂടി ക്രോഡീകരിച്ചാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ സുലഭമായി നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന, നമുക്ക് ഏത് കാലാവസ്ഥ, നമുക്ക് ഒരു കാലാവസ്ഥയുണ്ട്, നമുക്ക് കേരളത്തിലെ കാലാവസ്ഥക്ക് പറ്റിയ ഒരു കൃഷിയാണ് കുരുമുളക്. നല്ല വിലയാണ്. ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ മിക്ക വീടുകളിലും ഈ കുരുമുളക് ഉണ്ടായിരുന്നു. ഇപ്പോൾ തുച്ഛമാണ്, ചില വീടുകളിൽ മാത്രമാണ്. ഇത് പെട്ടെന്ന് നമുക്ക് ഇതൊരു കൃഷിയാക്കി മാറ്റി നല്ല വിളവെടുപ്പ് നടത്താൻ പറ്റുന്ന വിഭവം കൂടിയാണ് കുരുമുളക്. അത് ആരോഗ്യത്തിനും നല്ലതാണ്, നമ്മുടെ ശരീരത്തിനും നല്ലതാണ്, നമ്മുടെ സമ്പത്ത് ഉണ്ടാവാനും നമുക്ക് നല്ലതാണ്. അപ്പോൾ ഈ ഫുൽ എന്ന് പറയുന്ന പേരുള്ള ഈ കുരുമുളക് അത് ഇൻഷാ അല്ലാഹ് എങ്ങനെ ഉപയോഗിക്കണം, അതിൻ്റെ ഗുണങ്ങൾ, അതിൻ്റെ ദോഷങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളിൽ നിന്നും സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ പടച്ചവനെ എത്രയോ ദുആവസിയത്താണ് ഉസ്താദ്, പ്രത്യേകം ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യണേ, ഒരുപാട് കടങ്ങളുണ്ടേ, ഒരുപാട് പ്രയാസമാണ്, പ്രശ്നങ്ങളാണ്, സങ്കടങ്ങളാണ്, ദുആയിൽ മറക്കല്ലേ. ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ പടച്ചവനെ, ആരൊക്കെ എന്തൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അവരുടെയൊക്കെ ലിസ്റ്റുകൾ, അവരുടെയൊക്കെ മനസ്സിൻ്റെ മുറാദുകൾ പടച്ചവനെ നിനക്കറിയാം. എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ രോഗങ്ങൾക്ക് ശിഫാ തരണേ അല്ലാഹുവേ പടച്ചവനെ, മരിക്കുന്ന സമയത്ത് ഈമാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ സലാമത്താക്കി തരണേ അല്ലാ. രോഗങ്ങൾക്ക് എല്ലാം നീ ശിഫാ തരണേ അല്ലാ. ലോക മുസൽമാന് നീ സമാധാനം കൊടുക്കണേ അല്ലാ, ശാന്തി കൊടുക്കണേ അല്ലാ. അല്ലാഹു അവർക്കൊക്കെ നീ ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും സമാധാനവും കൊടുക്കണേ അല്ലാ. എല്ലാവിധ ഖൈറും ഞങ്ങൾക്കും നൽകണേ അല്ലാ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാകും എന്ന് കരുതുകയാണ്. ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.